ലൂക്കോസ് 12:35 മുതൽ 48 വരെ. നിങ്ങളുടെ അരയും അരകെട്ടിയും വിളക്ക് കത്തി കണ്ടുകൊണ്ടിരിക്കട്ടെ. യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്ന് മുറക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരും എന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കും. യജമാൻ വരും നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവർ അരകെട്ടി അവരെ ഭക്ഷണത്തിലെത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അവൻ രണ്ടാമത്തിൽ വന്നാലും മൂന്നാമത്തിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുന്നു, തൻ്റെ വീട് തുറപ്പാൻ സമ്മതിക്കയില്ല എന്നറിവീൻ. നിറയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതും കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവേ, ഉപമ പറയുന്നത് ഞങ്ങളോടോ എല്ലാവരോടും കൂടെയോ എന്ന് പത്രോസ് ചോദിച്ചതിന് കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവിഹിതം കൊടുക്കേണ്ടതിനും യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകനാർ. യജമാൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണിക്കുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിലും നീ അവനെ വിചാരകനായി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദാസൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു ബാല്യക്കാരെയും ബാല്യക്കാരത്തികളെയും തല്ലുവാനും തിന്ന് കുടിച്ചു മർദ്ദിപ്പാനും തുടങ്ങിയാൽ അവർ നോക്കിയിരിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും ആ ദാസൻ്റെ യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിക്കുകയും അവനെ അവിശ്വാസികളോട് കൂടെ പങ്കുകൽപ്പിക്കുകയും ചെയ്യും. യജമാൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതിരിക്കുന്ന ദാസനെ വളരെ അടികൊള്ളും. അറിയാതെ കണ്ടു അടിക്കുക. യോഗ്യമായത് ചെയ്തവനോ കുറേ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും.